രാമകൃഷ്ണ, ചൂടോടെ ഒരു സുലൈമാനി മധുരമില്ലാണ്ട് പെട്ടെന്ന് എടുത്തോ. എന്തൊരു ക്ഷീണ, ഒടുക്കത്തെ വെയിലും മരണ ക്ഷീണവും. എല്ലാ ചേരെങ്കിലും കുറെ കൊല്ലമല്ലേ ഈ മധുരമില്ലാത്ത സുലൈമാനി കുടിക്കുന്നത്. നിങ്ങൾ വല്ലതും ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, എന്ത് പറ്റി? ഷുഗറാണോ? എത്ര കൊല്ലായി ഷുഗർ. ഡോക്ടർമാർ പറയും മരുന്ന് ഡോസ് കൂട്ടി തരും. ഡോസ് കൂട്ടി തരുന്ന മരുന്ന് കുടിക്കാന്നല്ലാണ്ട് നമ്മളെ ഷുഗർ മാറുന്നുണ്ടാ? മിക്കവാറും ഷുഗർ നമ്മളെ കൊണ്ടേ പോകും. എന്തൊരു ക്ഷീണ, കഴിയുന്നില്ലടോ. ഇതിന് എവിടെ കണ്ടു കാണിക്കാനാ? എത്ര ഡോക്ടറെ കാണിച്ച് എല്ലാവരും മരുന്ന് എഴുതി നമ്മളത് കുടിക്കുന്നു. നമ്മളെ കിഡ്നി പോവും ചെയ്യും, നമ്മളും പോവും. അല്ലാണ്ട് നമ്മൾ രോഗം മാറി നമുക്ക് ഒരു വെച്ചില്ല കേട്ടാ. ആചാരെ, രോഗലക്ഷണങ്ങളല്ല ചികിത്സിക്കേണ്ടത്, രോഗത്തെയാണ്. അപ്പൊ ഷുഗറിന് വേണ്ടി മാത്രമായിട്ടുള്ള ക്ലിനിക് ഉണ്ട് കണ്ണൂർ മേലോച്ചുപോയി, ഗ്ലൈസീമിയ ആന്റി ഡയബറ്റിക് ക്ലിനിക്ക്. നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ. നിങ്ങളുടെ ഷുഗർ നോർമലാവും ചെയ്യും, നിങ്ങൾ ചെറുപ്പക്കാരനെ പോലെ ഓടി നടക്കുകയും ചെയ്യും. എല്ലാവരും നമ്മൾ എത്ര കാലം കയറി ചാവിടിക്കാൻ പറ്റുന്നത് ഇതിപ്പോ ഇനി പറഞ്ഞത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ പോയിട്ട് വരാം. ചൂലയുമായി വന്നിട്ട് കുടിക്കാം, പോയിട്ട് വരുന്നത്. ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ ഈ പണ്ടാരം വിട്ട ഷുഗർ ഒന്ന് മാറി കിട്ടണം, അത്രേ ഉള്ളൂ. രാമകൃഷ്ണ, ചൂടായിക്കോച്ചോ, പെട്ടെന്ന് വരാം. അല്ലാ, ശരി 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 ശരി. ഇത്രയും കാലമായി പ്രമേഹ രോഗികളും അവരെ ചികിത്സിക്കുന്ന മിക്ക ഡോക്ടർമാരും കരുതിപ്പോന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതാണ് പ്രമേഹ രോഗത്തിന്റെ കാരണം എന്നുള്ളതാണ്. എന്നാൽ ഗ്ലൈസീമിയ ആന്റി ഡയബറ്റിക് ക്ലിനിക്ക് പറയുന്നത് ഇത് പ്രമേഹ രോഗമല്ല, പ്രമേഹ രോഗത്തിന്റെ ലക്ഷണം മാത്രമാണെന്നാണ്. എന്തുകൊണ്ടാണ് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാൻ കാരണം? അതിന് കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ എന്ന ഹോർമോൺ കുറയുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ടാണ് ഇൻസുലിൻ ഹോർമോൺ കുറയാൻ കാരണം? ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളാണ്. ഈ ബീറ്റാ കോശങ്ങൾ ഭാഗികമായും പൂർണ്ണമായും നശിച്ചു പോകുന്നത് കൊണ്ടാണ് ഇൻസുലിൻ്റെ അളവ് കുറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയും ചെയ്യുന്നത്. ഇവിടെയാണ് ഗ്ലൈസീമിയ ആന്റി ഡയബറ്റിക് ക്ലിനിക്കിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. അതായത് ബീറ്റാ കോശങ്ങളെ അതുപോലെ നിയന്ത്രിക്കുകയും പുനഃജനിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ രോഗലക്ഷണങ്ങളെ ഇല്ലാതാക്കുക. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ചികിത്സിക്കേണ്ടത് രോഗലക്ഷണത്തെ അല്ല, രോഗത്തെയാണ്. ലോകത്താദ്യമായിട്ടാണ് ഈ ഒരു ചികിത്സാ രീതി എന്ന് പറയുന്നത്. കഴിഞ്ഞ 14 വർഷമായിട്ടുള്ള ചികിത്സാ രീതിയാണ്. ഒരുപാട് പേഷ്യൻ്റ്, അതായത് പല ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗം മാറാതെ കഷ്ടപ്പെടുന്ന പല രോഗികളും ഇന്ന് സ്വതന്ത്രമായി ഷുഗർ ഇല്ലാത്ത ലോകത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏവരെയും സ്വാഗതം ചെയ്യാണ് കണ്ണൂർ മേലേച്ചോയിലുള്ള ഗ്ലൈസീമിയ ആന്റി ഡയബറ്റിക് ക്ലിനിക്കിലേക്ക്.